ഒരുപാട് തിരക്കുള്ളൊരു ദിവസമായിരുന്നു കേട്ടൊന്ന്. പെട്ടെന്നാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. കുറച്ച് ദിവസമായിട്ട് അമ്മമ്മേൻ്റെ അടുത്ത് ഒരു ഷെയ്ക്ക് വാങ്ങി തരാൻ പറയാറുണ്ട്. സമയം ഒരു 6 മണിയൊക്കെ ആയിരുന്നു. എന്തായാലും കുഴപ്പമില്ല, ഞാൻ 5-ന് വിളിച്ച് അമ്മമ്മോട് റെഡിയായി വെക്കാൻ പറഞ്ഞു. പലരും ഇപ്പോൾ ചിന്തിക്കുന്നത് സ്വന്തം അമ്മമ്മയ്ക്ക് ഒരു ഷെയ്ക്ക് വാങ്ങി കൊടുത്തത് ഒരു കണ്ടന്റ് ആക്കേണ്ട ആവശ്യമുണ്ടോ എന്നായിരിക്കും. പക്ഷേ അത് അങ്ങനെയല്ല കേട്ടോ. എൻ്റെ ചില വീഡിയോസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അനുവാദം കൂടാതെ എൻ്റെ ഫ്രെയിമിലേക്ക് കടന്നു വരുന്ന ഒരേ ഒരാൾ അമ്മമ്മയാണ് കേട്ടോ. ഇപ്പോൾ ഇനി ഇതിൽ മണിയും കുട്ടികളൊക്കെ വരുന്നുണ്ടെങ്കിലും ഇതിന് മുമ്പ്, ഇവരൊക്കെ വരുന്നതിന് മുമ്പേ എൻ്റെ ഫ്രെയിമിൽ അനുവാദം കൂടാതെ കടന്നു വരുന്ന ഒരേ ഒരാൾ അമ്മമ്മയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ അമ്മമ്മയുടെ വീഡിയോ ഞാൻ കഞ്ഞി കൊടുക്കുന്നതും ഇങ്ങനെ വാങ്ങിക്കൊടുക്കുന്നതൊക്കെ ഇടുമ്പോൾ ചില ആളുകൾ എൻ്റെ അടുത്ത് പറയാറുണ്ട്, അല്ലെങ്കിൽ അറിയുന്നവർ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ എന്തിനാ ഈ അമ്മമ്മയ്ക്ക് കഞ്ഞി വാങ്ങിക്കൊടുക്കുന്നതും മരുന്ന് വാങ്ങിക്കൊടുക്കുന്നതും എന്തിനാ വീഡിയോയിൽ ഇടുന്നത്, അതുകൊണ്ട് നിനക്ക് എന്താ കിട്ടുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അവരുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ളൊരു ഇത് എനിക്കില്ല. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ആയിരിക്കും ചെയ്ത് നോക്കുക. അപ്പോൾ എന്താ കിട്ടുന്നതെന്നുള്ളൊരു ഫീൽ നിങ്ങൾക്ക് അനുഭവിക്കാൻ അറിയാം. പിന്നെ ഞാൻ എന്ത് ചെയ്യുമ്പോഴും അമ്മമ്മേൻ്റെ ബാക്കിൽ വന്ന് ആ ഫ്രെയിമിലേക്ക് വരാൻ നോക്കുന്നത് അമ്മമ്മയ്ക്ക് ഇങ്ങനെയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതൊരു കൗതുകമാണ്. അപ്പോൾ അവരതിൽ വരുമ്പോൾ അവർക്കൊരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഞാനതിൽ ചീത്ത പറയുക അല്ലെങ്കിൽ അതിന് ഒന്നും പറയാതെ അവർ ആ ഫ്രെയിമിൽ ഉൾക്കൊള്ളിക്കാറുണ്ട്. ഇത് പക്ഷേ നമ്മൾ എന്തിൻ്റെ പേരിലാണെങ്കിലും ഞാൻ ഒരിക്കലും അമ്മമ്മേനെ ഒരു ഫ്രെയിമിൽ നിന്ന് ഒഴിവാക്കില്ല. അപ്പോൾ ഈ പറയുന്നവരെ പറഞ്ഞുകൊണ്ടിരുന്നോട്ടെ, അവരാരും അമ്മമ്മയ്ക്ക് ചിലവിനൊന്നും കൊടുക്കുന്നില്ലല്ലോ. അപ്പോൾ അമ്മമ്മയ്ക്ക് ഇഷ്ടമുള്ളിടത്തോളം കാലം ഞാൻ എൻ്റെ ഫ്രെയിമിൽ അമ്മമ്മ ഉണ്ടാവും നിറഞ്ഞു നിൽക്കും. അമ്മേനെ തല്ലിയാലും രണ്ട് പക്ഷം പറയുന്ന ആളുകളുള്ള ഈ ഒരു ലോകത്ത് ഇങ്ങനെയൊക്കെ ജീവിച്ചാലേ മതിയാവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് അമ്മമ്മയ്ക്ക് ഒരിക്കലും അത് നെഗറ്റീവായിട്ടോ തെറ്റായിട്ടോ തോന്നാത്തടത്തോളം കാലം, എനിക്കത് ശരിയായിട്ട് തോന്നുന്നിടത്തോളം കാലം ഞാൻ അമ്മമ്മയ്ക്ക് ഇതുപോലെ ഓരോ സംഭവങ്ങൾ വാങ്ങിക്കൊടുക്കുന്നതൊക്കെ അമ്മമ്മയ്ക്ക് ഓക്കെ എന്നുണ്ടെങ്കിൽ അമ്മമ്മയ്ക്ക് ഇഷ്ടമുള്ളിടത്തോളം കാലം ഞാൻ എൻ്റെ വീഡിയോസിലൊക്കെ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. എന്തായാലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മളത് സപ്പോർട്ട് ചെയ്ത് കൂടെ